ആളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ആൾക്ക് എന്തോ മിസ്സിംഗ് ആയിട്ട് തോന്നുവാന്നാണ് പറഞ്ഞത്. ആ സ്പാർക്ക് പോയിന്ന്. ആൾക്ക് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് നടന്നതെന്നേ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഷീ എൻഡ് അപ്പ് ചീറ്റിംഗ് ഓൺ. അത്രയും നല്ലൊരു റിലേഷൻഷിപ്പിലായിട്ട് പോലും വൈ ഡിഡ് ഷീ എൻഡ് അപ്പ് ചീറ്റിംഗ്? വേറെ റിലേഷൻഷിപ്സിലാണെങ്കിലും സെയിം ടോക്സിസിറ്റി, വേറെ ജോലി സ്ഥലത്താണെങ്കിലും സെയിം ടോക്സിക് അറ്റ്മോസ്ഫിയർ. ഈ ടോക്സിസിറ്റി മാറാൻ വേണ്ടി വേറെ ഒരു സിറ്റിയിൽ എത്തിയാലും വീണ്ടും ആ ടോക്സിക് പാറ്റേൺ കാണുന്നു. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഇത് ബാഡ് ലക്കോ അല്ലെങ്കിൽ കോയിൻസിഡൻസോ അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മൾക്ക് ക്രൂവൽ ആവുന്നതല്ല. ഇതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഓരോരോ കളികളാണ്. അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് സംസാരിക്കാം. റിപ്പീറ്റേഷൻ കമ്പൾഷൻ കേട്ടിട്ടുണ്ടോ? ഇത് ആക്ച്വലി ഒരു അൺകോൺഷ്യസ് ടെൻഡൻസി ടു റിപ്പീറ്റ് പാറ്റേൺസ് ഫ്രം ദ പാസ്റ്റ് എന്ന് പറയും. പെർട്ടിക്കുലർലി എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അൺറിസോൾവ് ആയിട്ടുള്ളതായിരിക്കും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇത് വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങൾക്ക് ഈ പെയിൻഫുൾ സിറ്റുവേഷൻ ഇഷ്ടമായത് കൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് യുവർ നെർവസ് സിസ്റ്റം ഇസ് ട്രൈങ് ടു മാസ്റ്റർ സംതിങ് വിച്ച് ഇസ് അൺറിസോൾവ്. നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ നെർവസ് സിസ്റ്റം എക്സ്പെക്ട് ചെയ്യാണ് നമുക്ക് കിട്ടാണ്ട് പോയ സ്നേഹം വീണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ടോന്നോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത വാലിഡേഷൻ കിട്ടുമെന്നോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് റിസോൾവ് ആവുമെന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ഇതിന് ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ട്രോമാസുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് പറയാം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ചൈൽഡ്ഹുഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ഒക്കെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു ഇമോഷണൽ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആ സമയത്താണ് സ്നേഹം എന്താണെന്നും റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മൈൻഡിൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെ വരുവാണ്. ആ സമയത്ത് അത് ഹെൽത്തി ആണോ അതോ അൺഹെൽത്തി ആണോ അങ്ങനെ നോക്കുന്നില്ല. നമ്മുടെ മൈൻഡ് ആൾക്കൂടി നോക്കുന്നത് ഫെമിലിയർ ആണോ അല്ലെങ്കിൽ അൺഫെമിലിയർ ആണോ എന്ന് മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ കടന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സ്നേഹം കിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്നേഹം കിട്ടുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആവുകയാണ്. ഓക്കെ, സ്നേഹം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് കിട്ടുള്ളൂ, അത് തിരിച്ചു കിട്ടുന്ന ഒരു സാധനം മാത്രമാണ്. അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ആ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു പേഷ്യന്റ് പറഞ്ഞൊരു കഥ ഓർമ്മ വന്നു. ആൾ ആക്ച്വലി പറയായിരുന്നു, ആളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിരുന്നു, ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു, നല്ല സ്നേഹിക്കുന്നുണ്ട്. പേരൻസ് ആണെങ്കിലും എഗ്രി ചെയ്യാൻ പോകുന്ന ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും സ്റ്റേബിൾ ആയിരുന്നു. പക്ഷെ ആൾക്ക് എന്തോ മിസ്സിംഗ് ആയിട്ട് തോന്നുവാന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്താണ് ആള് വേറൊരാളെ മീറ്റ് ചെയ്യുന്നത്, ആളായിട്ട് ഹുക്കപ്പിന് പോകുന്നത്. അങ്ങനെ ഷീ എൻഡ് അപ്പ് ചീറ്റിംഗ് ഓൺ. ആൾക്ക് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് നടന്നതെന്നേ മനസ്സിലാവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും നല്ലൊരു റിലേഷൻഷിപ്പിലായിട്ട് പോലും വൈ ഡിഡ് ഷീ എൻഡ് അപ്പ് ചീറ്റിംഗ്? ആക്ച്വലി ആള് ചീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആൾക്ക് ആക്ച്വലി ഒരു തോന്നല് വന്നായിരുന്നു, ആ സ്പാർക്ക് പോയിന്ന്, എന്തോ ശരിയാവുന്നില്ല അങ്ങോട്ട്. അപ്പൊ ആള് തീരുമാനിക്കായിരുന്നു ഇത് എൻഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയ്ക്കാണ് ഈ ചീറ്റിംഗ് ഒക്കെ നടന്നത്. പക്ഷെ വീണ്ടും ആള് ഇത്ര ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിൽ എത്തിയിട്ട് പോലും ആളത് വിട്ടിട്ട് വേറൊരു ടോക്സിക് റിലേഷൻഷിപ്പിലോട്ട് പോവാണ്. ഇതൊക്കെ ആക്ച്വലി നടന്നത് നമ്മൾ തന്നെ അറിയാതെ നമ്മളെ ചെറുപ്പത്തിൽ കടന്നുപോയ സാഹചര്യം കൊണ്ട് ഫോമായി വന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. നമ്മൾ ആക്ച്വലി വിചാരിക്കും നമ്മൾ റിലേഷൻഷിപ്പിൽ എടുക്കുകയാണെങ്കിലും നമ്മുടെ ബിലീഫ് സിസ്റ്റം ഇതൊക്കെ നമ്മൾ കോൺഷ്യസ്ലി ഉണ്ടാക്കുന്ന സംഭവം നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കണതിൽ കൂടുതൽ നമ്മൾ ചെറുപ്പത്തിൽ കടന്നു വന്ന സാഹചര്യങ്ങളും കൊണ്ടും നമ്മുടെ പാസ്റ്റ് ട്രോമാസും കൊണ്ടും ഒക്കെ ഇത് ഓൾറെഡി ഫോംഡ് മോൾഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആക്ച്വലി പറയുന്നത് നമ്മളെടുക്കുന്ന 95% ഓഫ് ഡിസിഷൻസ് സബ് കോൺഷ്യസ്ലി ആണെന്നാണ്. കോൺഷ്യസ്ലി നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിലും സബ് കോൺഷ്യസ്ലി നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ഈ ഒരു ടോക്സിസിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കോൺസെപ്റ്റും കൂടെ ഷെയർ ചെയ്യാണ്. നമ്മുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിലുള്ള നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ആണ്. അത് ആക്ച്വലി ഒരു ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണോ ബിലീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാണ് റെലവന്റ്, ഇതാണ് നല്ലത് എന്നൊക്കെ നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റം അനുസരിച്ചാണ് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. റിലേഷൻഷിപ്പ് എപ്പോഴും ബിട്രയലാണ് എൻഡ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിൽ എത്തിയാലും നമ്മൾ എപ്പോഴും ആ ബിട്രയലൊക്കെ ഇവിടെ എന്നെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ഓക്കെ അവൻ എന്നെ അങ്ങനെ പറ്റിക്കുന്നത്, എന്നെ ചീറ്റ് ചെയ്യുവാണോ എന്നൊക്കെ രീതിയിൽ വീണ്ടും സബ് കോൺഷ്യസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ നിന്ന് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? ഫസ്റ്റ് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പാറ്റേണെ ഐഡന്റിഫൈ ചെയ്യാന്നാണ്. എന്ന് വെച്ചാൽ വേഗിലി ഞാൻ ഒരു ബാഡ് റിലേഷൻഷിപ്പിൽ എപ്പോഴും പെടും എന്നുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാണ്ട് വാട്ട് എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഇത് ടോക്സിക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്, ആള് കൺട്രോളിങ് ആണോ അതോ എന്നെ കൺട്രോൾ ചെയ്യണ പോലെ തോന്നുവാണോ, അതോ എനിക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടണില്ലാത്ത തോന്നലാണോ, അതോ ആള് ഭയങ്കര ഓവർ കെയറിങ് ആയിട്ട് തോന്നുവാണോ, എന്താണ് എക്സാക്ട്ലി ആ പാറ്റേൺ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന സംഭവമാണ് നമ്മൾ തന്നെ സെൽഫ് റിഫ്ലക്ട് ചെയ്തിട്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ ഒന്ന് പോസ് ചെയ്യാം.
എന്നിട്ട് ആലോചിക്കുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എനിക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫീലിംഗ് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇത് എപ്പോഴാണ് ഫസ്റ്റ് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കോട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്ന കാര്യങ്ങളും ഇങ്ങനെ ചെയ്തത് കൊണ്ടാണോ അതോ എന്റെ പേരൻസ് ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണോ എനിക്ക് ഇങ്ങനത്തെ അവോയ്ഡൻസ് സംഭവം വന്നത്, ഞാൻ അങ്ങനെ പേരൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ വന്നേന്നുള്ളതൊക്കെ ഡീപ്പായിട്ടൊന്ന് ആലോചിച്ചെടുക്കുക. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐദർ ഇവിടെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സമയം എടുത്ത് ചേഞ്ച് ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി നമ്മൾ കടന്നുപോയ പാസ്റ്റ് എക്സ്പീരിയൻസും ട്രോമാസും ഒക്കെ കാരണം നമ്മൾ തന്നെ അറിയാണ്ട് വന്നു വിട്ട് സാധനങ്ങളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനമൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ്ലി നമുക്ക് തന്നെ റീഅഷുറൻസ് കൊടുത്ത് പയ്യാണ് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ടോക്സിക് പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ കുറെ റെക്കറന്റ് ആയിട്ട് കാണുകയാണ്, എന്താണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈഡൻസിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ആളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആള് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേറൊരു പ്രശ്നമായിരിക്കും, നിങ്ങളൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ പോലും നിങ്ങളത് റോങ് ആണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചോദ്യം വരും. ഇത് നിങ്ങൾ എപ്പോഴും ഒരു ടോക്സിക് ഒരു എൻവിറോൺമെന്റിൽ ആയതുകൊണ്ട് വരണതാണ്. മേ ബി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ എത്തി ഹെൽത്തി ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെന്താ ആൾ ഇത്രയും നന്നായിട്ട് ഇത്രയും ഇങ്ങനെ സ്നേഹം ചെയ്യുമ്പോൾ ഇത് ഓവർ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരാൻ തുടങ്ങും. അപ്പൊ ആ സമയത്ത് തന്നെ ആളെ അകറ്റി വിടാണ്ട് ഇത് എന്തുകൊണ്ടാണ് നടക്കണേന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാമല്ലോ. ഐതർ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ എഴുതാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു ജേർണലിലോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ടോക്സിക് പാറ്റേൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഭവം, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എഴുതുക. എന്നിട്ട് അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളൊരു സെൽഫ് റിഫ്ലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്, നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായിരുന്നോ, നിങ്ങളുടെ ഏജ് എത്രയായിരുന്നു, അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ഇത് എന്തൊക്കെ പരിപാടി ചെയ്യുന്നത്, ഇതുകൊണ്ട് ഒരു ശല്യമാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് ആക്ച്വലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തു വന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ബി കൈൻഡ് ടു യുവർ സെൽഫ്, യു വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ശരിയാവുന്നേ. വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്, കാരണം സബ്സ്ക്രിപ്ഷൻ വെച്ചാണ് ഈ ചാനലിനെ എല്ലാവരും ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു സാധനം തന്നാലും സബ്സ്ക്രിപ്ഷൻ കുറവാണെങ്കിൽ ആൾക്കാരത് കാണാണ്ടിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ശരി.